സാറേ, ഈ രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനമായിരുന്നു അദ്ദേഹം ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനാണെന്ന്. കാരണം ഇദ്ദേഹം അഗ്രസീവായി ലോക്സഭയിൽ ഉൾപ്പെടെ വലിയ പ്രസംഗങ്ങൾ നടത്തി വരും. അതിനിടയ്ക്ക് ആളെ കാണാതാകും. അപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ കോൺഗ്രസ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, അദ്ദേഹത്തെ അപമാനിച്ചു എന്ന രീതിയിൽ. പക്ഷെ അതിനിടയ്ക്ക് മറ്റൊരു ഗോൾ രാഹുൽ ഗാന്ധി തന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാനായി വിയറ്റ്നാമിലാണ്. കാരണം അദ്ദേഹം ഈ പൂർണ്ണമായി തന്നെ ഇന്ത്യയിൽ നിരന്തരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നാൽ മാത്രമല്ലേ ഈ മോദിയെല്ലാം തളയ്ക്കാൻ കഴിയൂ. മോദിയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ പാർട്ട് ടൈം ജോലി പോലെ നോക്കിയാൽ ഇന്ത്യയിൽ ഉയർന്നു വരാൻ അദ്ദേഹത്തിന് കഴിയുമോ? പാർട്ട് ടൈം ജോലിയാണ് രാഷ്ട്രീയം. ഇന്ത്യക്കാരെ പോലെ ഫുൾ ടൈം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒബാമയൊക്കെ നല്ല ജോലിക്കാരനാണ്, ട്രംപ് നല്ല ബിസിനസ്സുകാരനാണ്. ദിസ് ഈസ് ഓൾസോ ഓൺലി പാർട്ട് ടൈം. ഇത് തൊഴിലല്ല, അതേ മനസ്സിലാക്കി. അല്ല, പക്ഷേ എതിരാളികൾ എങ്ങനെ പലതും പറയും. അല്ല, എതിരാളികൾ അവിടെ മോദിയായാലും അമിത്ഷായാലും 24 മണിക്കൂറും അല്ലെ മോദിക്ക് അല്ലെ BJPക്ക് അതിനെ ഇങ്ങനെ എന്ത് ചെയ്യാനാണ്? യുദ്ധം നടത്തി ജയിക്കുമെന്ന് തോന്നലുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ തോന്നലില്ലല്ലോ. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചതൊന്നും കോൺഗ്രസ് സംവിധാനത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ആ രീതിയിൽ തകർന്നടിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി രക്ഷപ്പെടുത്തണം, കേരളത്തിൽ രക്ഷപ്പെടുത്തണം വിചാരിക്കുക. ഒന്നെങ്കിൽ സുധാകരനെ പുറത്താക്കണം, അല്ലെങ്കിൽ VD സതീശനെ പുറത്താക്കാൻ പറ്റും. നടക്കുമോ? ഇല്ല. അപ്പോൾ പ്രസ്ഥാനം വീക്കം ചെയ്യപ്പെടും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സാധ്യത BJPക്ക് ഇനി വരാൻ പോകുന്ന വീഴ്ചകളാണ്. BJP വലിയ തള്ളു കുറച്ച് കൂടുതലാണ്. തള്ളി അവസാനം അറബിക്കടലിൽ പോയി തള്ളുമ്പോൾ നാട്ടുകാർ എതിരാവും. അതാണ് പ്രശ്നം. ആ സമയത്ത് കോൺഗ്രസ്സിന് ജനങ്ങൾ ഇതിന് മേലെ കോൺഗ്രസ് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് കാത്തിരിക്കണം. രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതേ ഈ ഒരു വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയക്കാരാണ്. അമേരിക്കയിലേക്കുള്ള തരത്തിലുള്ള പാർട്ട് ടൈമാണ് പൊളിറ്റിക്സ്. മോഡി തന്നെ ഫുൾ ടൈം പൊളിറ്റിക്സ് നിങ്ങൾ പറയുമ്പോൾ അതേ RSSൻ്റെ പ്രചാരകനായിരുന്നു, ഫുൾ ടൈം പ്രചാരകനാണ്. ഇപ്പം എല്ലാം തോന്നുന്നു. പക്ഷേ ആ ഫുൾ ടൈം RSS പ്രചാരകൻ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരനല്ലല്ലോ, അയാൾ സാമൂഹ്യ സേവകനാണ്. അയാൾക്ക് ആവശ്യമുള്ള മിനിമം വേതനം ആര് കൊടുക്കും? RSS കൊടുക്കും. മിനിമം വേതനം അതെ ജീവിച്ചു പോകണല്ലേ. താമസമൊക്കെ RSSകാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും. അതാണ് RSSകാരുടെ രീതി. അപ്പം കേരളത്തിലും ഇന്ത്യയിലും മാത്രം കാണുന്ന സംഭവമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ കാണുന്ന സംഭവമാണ് ഈ ഫുൾ ടൈം പൊളിറ്റിക്സ് എന്നുള്ളത്. അങ്ങനെ ഫുൾ ടൈം പൊളിറ്റിക്സ് അങ്ങനെ സംഭവമില്ല. ഇപ്പം നമ്മൾ കേന്ദ്ര മിനിസ്ട്രിയിൽ പല മന്ത്രിമാരെടുത്ത് നോക്കി അവർക്ക് കുഴപ്പമില്ലാത്ത വ്യവസായങ്ങളൊക്കെ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഭൂമിയൊക്കെ ഉണ്ട്. മറ്റൊരു ചോദ്യം, ഈ രാഹുൽ ഗാന്ധി ഭാവിയുടെ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2014 പരാജയപ്പെട്ടു, 2019 പരാജയപ്പെട്ടു, 2024 പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസിലെ അണികൾ തന്നെ, നേതാക്കൾ തന്നെ സ്വാഭാവികമായി ചിന്തിക്കില്ലേ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് ഇതിലോട്ട് കൊണ്ടുവന്നു? പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധി കണ്ട് എന്ത് പറ്റില്ലുള്ളത്? ഇന്ദിരാഗാന്ധിന്റെ ലുക്ക് ഉണ്ടോ? ഇന്ദിരാഗാന്ധി ലുക്ക് ഉണ്ടെങ്കിൽ രാഹുൽ അങ്ങനെയാണല്ലോ. BJPയിൽ അദ്വാനിയുമായി ബന്ധപ്പെട്ട് പരാജയം ഉണ്ടായപ്പോഴല്ലേ മോദിയെ കൊണ്ടുവന്നു. അപ്പോൾ ഈ 3 പരാജയം അദ്വാനിയായിട്ട് ബന്ധപ്പെട്ട് പരാജയം ഉണ്ടായതുകൊണ്ടല്ല മോദിയെ കൊണ്ടുവന്നു. അദ്വാനിക്ക് പ്രായമായി. ഒന്ന് പാകിസ്ഥാനിൽ പോയിട്ട് ജിന്നേനെ പ്രകൃതിച്ചുകൊണ്ട് പ്രസ്ഥാനം നടത്തിയത് RSSന് പ്രശ്നമായി. രണ്ടന്ന് മോദി ഉണ്ടെങ്കിലേ ജയിക്കുള്ളൂ. കാരണം കോൺഗ്രസ് കുഴപ്പമില്ലാത്ത രീതിയിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. എന്താ പറയുക, തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ കോൺഗ്രസ് അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലൊരു മംഗലശ്ശേരി നീലകണ്ഠൻ ഇമേജുള്ള ഒരാളായിരുന്നു മോഡി. ഗുജറാത്ത് കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നാൽ കേസുകളൊന്നും സെറ്റിലായിട്ടില്ല, വിധി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളെന്ന് വേണ്ടിയിരുന്നു, അങ്ങനെ ജയിക്കുള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺഗ്രസ് എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം. അത് മോഡിയല്ല വേറെ ആളാണെന്ന് ജയിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് RSS മോഡീനെ സപ്പോർട്ട് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. RSS ആളുകളുടെ ഇടയിൽ, പ്രചാരകസിൻ്റെ ഇടയിൽ ഹിതപരിശോധന നടത്തി അതിൽ മോഡിക്ക് ഭീകരമായ രീതിയിലുള്ള മുൻതൂക്കമായിരുന്നു. അങ്ങനെയാണ് മോഡി വരുന്നത്. അങ്ങനെ മോഡി അല്ലാതെ വാജ്പേയിനെ വെച്ച് അത് ജയിക്കില്ല. മോഡി യുവാക്കളിലും അതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു ആ കാലഘട്ടം. അത് ചെറിയ രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് ജയിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഭാവിയുടെ രാഷ്ട്രീയക്കാരെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് വളർന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നിലവാരം നിങ്ങൾ കാണുന്നത് യൂറോപ്പൊക്കെയാണ് ഒരു വികസനത്തിൻ്റെ മാതൃകയായിട്ട് കാണുന്നതെങ്കിൽ അമേരിക്കയിലെയും ബ്രിട്ടനിലെയൊക്കെ പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയാണ്. ഇപ്പോഴാണ് അവിടെ കുറച്ച് ഈ റൈറ്റ് വിങ്ങിൻ്റെ ഈ മോഡി ടൈപ്പ് ആളുകൾ വന്നിട്ടുള്ളത്. ട്രംപ് ആണെങ്കിലും മറ്റേ അവിടെ ജോൺസൺ ആണെങ്കിലും ഇവരൊക്കെ വന്നിട്ടുള്ള ആ രീതിയിലാണ്. അതല്ലെങ്കിൽ അവിടെയുള്ള പൊളിറ്റിക്സ് എന്ന് ഇതുപോലെയാണ്. വളരെ ലാവിഷായി പുഷപ്പ് എടുക്കുക, കരാട്ടെ എടുക്കുക, ബോഡി, പിന്നെ പാട്ട് പാടുക, ഇങ്ങനെയൊക്കെ വളരെ വലിയ സെക്യൂരിറ്റി. അമേരിക്കൻ പ്രസിഡൻറ്റിനൊക്കെ വലിയ സെക്യൂരിറ്റി ഉള്ളൂ. ഇപ്പോൾ ഹോളണ്ടിലൊന്നും ഞാൻ കേട്ടത് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാന്നാണ് പിന്നെ പ്രസിഡന്റ് പ്രധാനമന്ത്രിക്കും. അപ്പോൾ ആ ഒരു വരാൻ പോകുന്നത് പിന്നെ കൂടുതൽ ജനാധിപത്യ ബോധം കാണിക്കുക, പ്രതിപക്ഷത്തോട് ബഹുമാനം കാണിക്കുക, ഇതൊക്കെ രാഹുൽ ഗാന്ധിക്കുണ്ട്. പിന്നെ വലിയ വിവരമൊന്നും വേണമെന്നില്ല അവിടെയുള്ള പ്രധാനമന്ത്രി പ്രസിഡന്റുമാർ. കാര്യങ്ങൾ ചെയ്യുക വേറൊരു സിസ്റ്റമാണ്.
അപ്പോൾ അവരെ മുന്നിൽ നിർത്തിയുള്ളൂ. അവർക്ക് വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട്. അല്ല മോഡിനെ പോലെ എല്ലാ കഴിവും ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്നും നമ്മൾ ഡെവലപ്ഡായി വരുന്നേ ഉള്ളൂ. നമ്മൾ മോഡേണിറ്റിയിലേക്ക് പോലും എത്തിയിട്ടില്ല. അമേരിക്കയൊക്കെ പോസ്റ്റ് മോഡേണിറ്റിയാണ്. അപ്പം ഒരു പോസ്റ്റ് മോഡേൺ കൈൻഡ് ഓഫ് രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തേങ്ങ ഇങ്ങനെ ടക്കെന്ന് വന്നിട്ട് പൊട്ടിക്കുന്നവരാണ്. ഒരു പോസ്റ്റ് മോഡേൺ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഒരു അർബൻ എലീറ്റിന് മാത്രമാണ് അദ്ദേഹം. ഇപ്പം ഇവിടെ ആണെങ്കിൽ ജവഹർ നഗറിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ കരുത്തറിയിക്കാൻ കഴിയാൻ പറ്റും? അതിപ്പം പറയാനും പറ്റില്ല. ആകെ BJPയുടെ മണ്ടത്തരം പോലെ. കാരണം നമ്മുടെ സൊസൈറ്റി ഇന്നും ഒരു സെമി ഫ്യൂഡൽ സൊസൈറ്റിയാണ്. അതിന് പറ്റിയ നേതാവാണ് ഇന്ദിരാഗാന്ധിയും മോഡിയും ഒക്കെ. ഇനി BJPക്ക് വലിയ അബദ്ധവും പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ്. അല്ല, അത് പറയുമ്പോഴും ഈ അടുത്ത തലമുറ നേതാക്കളെ അവിടെ BJP വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മത്സരം വരുന്നു. അല്ല, അത് നേതാക്കന്മാരെ നല്ല പ്രധാനം. ഇപ്പോൾ കോൺഗ്രസ് എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സിന് അവസാനം കോൺഗ്രസ് കുഴപ്പമില്ല, കണ്ട് മടുത്തു. നമുക്ക് സ്വിഫ്റ്റ് കാറിനെ കൊണ്ട് പറയില്ലേ, നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ സ്വിഫ്റ്റ് നമ്മൾ ലഭ്യമായ ഏറ്റവും നല്ല കാർ, മെയിൻ്റനൻസ് കുറവ്, വിലയും പിന്നെ എന്താണ് ഈ പറയുന്നതിൻ്റെ മൈലേജൊക്കെ ഉള്ള വണ്ടി സ്വിഫ്റ്റാണ്. പക്ഷെ നമ്മൾ ആരും ഒരു വണ്ടി എടുക്കുമ്പോൾ സ്വിഫ്റ്റ് എന്ന് ആലോചിക്കില്ല. എന്തുകൊണ്ടാണ്? സ്വിഫ്റ്റ് കണ്ട് മടുത്തു. ഈ ബുള്ളറ്റ് എന്നാണ് മടുക്കുന്നതെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പം അതുപോലെയാണ് പിന്നെ കാര്യം. അപ്പം BJP ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളൊന്നും BJPക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെറും തള്ളായിട്ട് മാറും. മാത്രമല്ല, നമ്മൾ എത്ര ഡെലിവർ ചെയ്താലും അത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്ത ഓരോരോ കാര്യങ്ങൾ പുതിയ പിള്ളേരോട് പറയുമ്പോൾ അവർക്ക് തള്ളാന്ന് പറയും. കാരണം എന്താ പറയുക, അവർക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ വളരെ ആയിട്ടുള്ള ആളുകളായിരുന്നു. നമ്മൾ പോലീസിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ നമുക്ക് ഒരു പേടിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ, വിദ്യാർത്ഥി. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അത് പേടിയാണ്. പോലീസ് കണ്ടാവരോട്. അപ്പോൾ ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ അവർ തള്ളാന്ന് പറയും. ഒരു തലമുറ BJP പറയുന്ന തള്ള. അതുപോലെ ഈ BJP ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു കളി എന്ന് വെച്ചാൽ ഈ സൈബർനെറ്റിക്സിലാണ്. ഈ സൈബർനെറ്റിക്സിൽ പുതിയ പിള്ളേർ നമ്മളെക്കാട്ടും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ BJP ഈ കളി കൊണ്ട് വരുമ്പോൾ അവർക്ക് അത് വലിയ പുതുമയുണ്ടാകും. നമുക്ക് പുതുമയായിരിക്കും. ഇപ്പോൾ ഇൻഫർമേഷൻ പാത്വേ അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തോന്നുന്നു BJPയുടെ പരാജയത്തിൽ നിന്ന് ഇനി കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ. കോൺഗ്രസ് ആയിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതീക്ഷ എങ്ങനെയായിരിക്കും? പ്രിയങ്കയിൽ എനിക്ക് വലിയ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് കൊള്ളാം. അവനെ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണ്. ഈ പറയുന്നതിൻ്റെ മാതിരി അധികാരം വേണമെന്നുള്ള ആർത്തിയൊക്കെ ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ ആർത്തിയില്ല. എന്നാൽ ഇവർ കണ്ടുപിടിച്ച ആളുകളാണ്, കണ്ടു വളർന്ന ആളുകളാണ്. നിങ്ങൾ നിരന്തരം ചായ കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസം ചായ കിട്ടിയ ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ചായ കുടിക്കാൻ ആഗ്രഹിച്ചിട്ട് ചായ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തവന് ചായ കിട്ടണമെന്നുണ്ടോ? അതാണ് അവൻ വാദ്ര. അപ്പോൾ വാദ്രയ്ക്ക് ചിലപ്പോൾ വാദ്ര കയ്യിലേക്ക് കോൺഗ്രസ് പതുക്കെ പോയി കഴിഞ്ഞാൽ വാദ്രയ്ക്ക് അറിയാം ഇന്ത്യയിലെ പൾസ്. വാദ്രയ്ക്ക് ഇന്ത്യയിലെ ആളുകൾക്ക് എന്ത് വേണം, എന്ത് ഡെലിവർ ചെയ്യണം എന്നുള്ളത്. അയാൾ കച്ചവടക്കാരൻ കൂടി. അത് വാദ്രയിലാണ് കോൺഗ്രസിന് പ്രതീക്ഷ എന്ന് ഞാൻ കാണുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ BJP പല ആരോപണങ്ങളൊക്കെ വരും. അത് ആരോപണങ്ങൾ രാഷ്ട്രീയത്തിലുള്ള ആർക്കെതിരെ അയാൾ ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർക്കെതിരെ ആരോപണം വരും. അതല്ലേ ഞാൻ അദാനിയെ കുറ്റപ്പെടുത്തില്ലല്ലോ. അത് ബിസിനസ് നടത്തുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരും, സ്വാഭാവികം. അങ്ങനെയാണ് ലോകത്ത് നിന്നുകൊണ്ട് എല്ലാ വ്യവസായികളും വളർന്നു. അദാനി നമ്മളാളാണ്, നമ്മുടെ GDPക്ക് ഗുണമാണ്, നമ്മളെ ആളുകൾക്ക് തൊഴിൽ കിട്ടും, നമ്മുടെ പ്രസൻസ് ലോകത്തല്ല. അത് ഞാൻ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ്. അതേപോലെ ഇയാൾ ബിസിനസ്സാണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആഫ്റ്റർ ഓൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇനി ഒരാൾ ഒരു കരിഷ്മാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാസിനെ സ്വാധീനിക്കുന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എനിക്കൊന്നും. ഇയാൾ ആണ്ട വളവൻ. അല്ലെങ്കിൽ ഈ പറയുന്ന വേറൊരു പിന്നെ ബാറിലെ വെയിറ്റർ ആയിരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ നമ്പർ 1 ഫാമിലി ഇല്ല എന്ന് വെച്ചാൽ വലിയ ഇവിടുത്തെ വ്യവസായ കുടുംബങ്ങളൊക്കെ ചൂണ്ട ടോക്കിയിൽ കിട്ടാത്ത പ്രിയങ്ക ഗാന്ധിനെ വലയിട്ട് പിടിക്കാൻ പറ്റും. അവൻ ചില്ലറക്കാരനല്ല, മിസ്റ്റർ മരുമകനാണ്, ദിലീപേട്ടനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.